എത്രയോ കുട്ടികൾ അതിന്ന് വന്നിട്ട് കൗൺസിലിങ്ങിന് പലരും വരാറുണ്ട് അച്ഛനമ്മമാരോട്. അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോൾ ഫാമിലി ബോണ്ടേജ് വന്നാൽ, സംസാരം വന്നാൽ കുട്ടികളുടെ ടെൻഷൻ അലിയും. അച്ഛനും അമ്മയുമായിട്ട് പങ്കുവെക്കാൻ അവർക്ക് എപ്പോൾ കഴിയുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, 4 ദിവസമായിട്ട് എൻ്റെ പിന്നാലെ അച്ഛൻ്റെ തെറ്റിപ്പോയിട്ടുള്ള അമ്മായി വരുന്നുണ്ട്, അച്ഛനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായില്ലേ, ആ അമ്മായി വന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, കുറേ നാളായി അമ്മായിനെ കണ്ടിട്ട്, ഞാനും നാളെ വരാട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ പുറകെ പോയി. അമ്മായി അന്നും ഒന്ന് സ്വീറ്റ് വിട്ടു. അമ്മായിനെ കയ്യോട് കൂടി പിടികൂടി. 2 കൂട്ടാളികളും ഉണ്ടായിരുന്നു, മയക്കുമരുന്നും കഞ്ചാവിൻ്റെ ആൾക്കാരാണ്. അപ്പം ഈ കുട്ടി അച്ഛനുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ടല്ലേ വഴിവക്കിൽ സംഭവിക്കുന്ന കാര്യം പോലും പറഞ്ഞത്. അപ്പോൾ എപ്പോൾ ഈ 5ാം ക്ലാസ് വരെ കുട്ടികളെല്ലാം ഒന്ന് പറയും സ്കൂൾ വിട്ട് വന്നാൽ. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ 3, 4 ക്ലാസ് കഴിഞ്ഞ പിള്ളേർ പറയണത് രക്ഷിതാക്കൾക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ പങ്കുവെക്കൽ പറയും. അപ്പോൾ കേൾവി എന്ന് പറയുന്നത് വിശുദ്ധമായ കാര്യം. പാരൻറ്റിങ്ങിൽ മക്കളെ കേൾക്കാൻ അച്ഛനും അമ്മയും തയ്യാറാകുമ്പോൾ, ടീച്ചർ തയ്യാറാകുമ്പോൾ, സമൂഹം തയ്യാറാകുമ്പോൾ ഈ സാധനം താഴ്ത്തിക്ക് ഒരു ഉറപ്പാണ്. അതല്ലാതെ എന്ത് ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയിട്ടും ഇതിന് അഗെയിൻസ്റ്റ് എന്ത് കളിച്ചിട്ടും കാര്യമില്ല, അവർ പിടിമുറുക്കും.